യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമുക്ക് പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്ന തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കോമ്പൗണ്ട് ഇങ്ങനെ തുറക്കാനായിട്ട് അതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ പ്രസ് ചെയ്യുക. ഓക്കെ, പ്രസ് ചെയ്തിട്ട് വരുന്നില്ല. അത്ര മതിയാവും ഒരു ഹെഡ്ലൈറ്റിന്. നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ നമ്മൾ ഹാഫ് പോർഷൻ വെച്ചാൽ നമ്മൾ പല ആൾക്കാർ ഇത് വീഡിയോസ് ഇടുമ്പോൾ അവർ പറഞ്ഞു പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടി ഇത് വീഡിയോയിൽ കാണിക്കുന്നു എന്നുള്ള വളരെ ഒരു കമൻ്റൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ഇതിന് പകുതി ചെയ്യാം. ഓക്കെ, അത് മതി. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ യെല്ലോ ഷെയ്ഡുള്ളത് കാണിക്കാം. ശരി. എന്നിട്ട് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം. അവർ നേരിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് പരീക്ഷിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അല്ല നമ്മൾ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതെ അതെ, ഇത് ലക്ഷങ്ങൾ വില കൊടുപ്പുള്ള സാധനമല്ല. അതെ അതെ. ഇത് നമ്മൾ ഈ കോമ്പൗണ്ട്, അതായത് ഈ മെറ്റീരിയൽ, ഇതിനെ ഈ കോമ്പൗണ്ട് എന്ന് പറയും, മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ഈ സ്പോഞ്ച്, ഈ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഈ ആംഗിളിൽ റൗണ്ട് ഷേപ്പിൽ ആക്കുക. റൗണ്ട് ഷേപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, റൗണ്ട് ഷേപ്പിൽ. ഓക്കെ. അപ്പം നമുക്ക് സാധാരണ നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ വീട്ടിലായാലും നമുക്ക് വലിയ വീട്ടിലാണെങ്കിലും ചെയ്യാം, പാവങ്ങൾക്കും ചെയ്യാം. പാവങ്ങൾ സാധാരണ വീടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വണ്ടി കയറുന്ന വീടായിരിക്കണം. അപ്പോൾ ആ വീട്ടിലെ വണ്ടി കയറ്റി പാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കോമ്പൗണ്ട്സ് എടുക്കുക. ഓക്കെ. ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്യുന്നു. വളരെ സമയം കൂടുതലല്ല, വളരെ കുറച്ച് സമയം മാത്രമാണ്. ശരി 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 ശരി. ഇതിൽ പ്രത്യേകിച്ച് വേറെ ടെക്നിക്കലായിട്ട് വേറെ വലിയൊരു സംഭവമായിട്ട് പഠിക്കാനും വേണ്ട, IT പോയി പഠിക്കാനും വേണ്ട. ഇത് ആർക്കും വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സ് മതി. സംഭവം നമ്മളെ വണ്ടിയുടെ പെയിന്റ് എല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷേ ഈ ഹെഡ്ലൈറ്റ് മഞ്ഞളിപ്പ് കാരണേ മഞ്ഞ ഒരു ഷെയ്ഡ് വരണമ്പേ അതൊരു വണ്ടിക്ക് അത് ശരിയായ രീതിയിൽ അതിൻ്റെ ഭംഗിക്കുറവ് വരുന്നുണ്ട്. ഭംഗിക്കുറവ് എന്നുള്ളതിനപ്പുറം നമുക്ക് ഇതിനുള്ള വെളിച്ചം റോഡിലേക്ക് എത്തുക എന്നുള്ളത് ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്. നമുക്ക് റോഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണണ്ടേ. അതെ 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 അതെ. അത് ഈ ഭംഗി ഭംഗി നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഭംഗിക്കപ്പുറം നമുക്ക് വല്ല റോഡിലുള്ള കാണണമെങ്കിൽ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ് മാറി പ്രകാശം ഉള്ളിലുള്ള ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ പ്രകാശം പുറത്തേക്ക് പോകണം. ഈ യെല്ലോ ഷെയ്ഡിലുള്ള ഈ ഫെയ്ഡ് ഔട്ടായി കിടക്കുന്നത് മാറണം. അപ്പോൾ അത്രയും മാറാനായിട്ട് മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. ഇത് വളരെ സിമ്പിളാണ്. അതെ. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക. ഇത് വലിയ വിലയുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് വ്യത്യാസം കാണുമ്പോൾ അറിയാം. മനസ്സിലായി. അതെ അതെ, ശരിയാ, നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഫുള്ള് ചെയ്തോട്ടെ? ഫുള്ള് ചെയ്തു.